Dear students, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അബ്സല്യൂട്ട് എറർ അല്ലേ, ടൈപ്സ് ഓഫ് എറേഴ്സ് നമ്മൾ ആദ്യം സംസാരിച്ചു. അതിന് ശേഷം എക്സ്പ്രസിങ് എൻ എറർ, അതിലാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ, പേഴ്സൻറ്റേജ് എറർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിലെ കോമ്പിനേഷൻസ് ആണ് സംസാരിക്കാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്തു, ആ മെഷേർഡ് ക്വാണ്ടിറ്റീസിൽ എന്തായാലും എറർ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ കിട്ടുന്ന ആൻസറിലും എന്തുണ്ട്, എറർ ഉണ്ട്. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഇത്തരം സന്ദർഭങ്ങളിലുള്ള എറർ കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഏതായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം. The length of a road as measured in an experiment was found to be, അവിടെ സംസാരിച്ചിട്ടുള്ളത് 2.48, 2.46 അല്ലേ, then 2.49 meter, 2.50 meter, 2.48 meter. Find the average length and absolute error in each observation എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കാണേണ്ടത് ആവറേജ് ലെങ്ത് ആണ്. ആവറേജ് ലെങ്ത്, അപ്പോൾ ആവറേജ് ലെങ്ത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? ഇൻഡിവിജ്വൽ ലെങ്ത് എല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ. അപ്പോൾ നോക്കൂ, എൽ ബാർ ഇസ് ഈക്വൽ ടു L1 എന്ന് പറയുന്നത് 2.48, നമ്മളെ ഫസ്റ്റ് വാല്യൂ, ദെൻ സെക്കൻഡ്, അപ്പോൾ പ്ലസ് 2.46 പ്ലസ് 2.49 പ്ലസ് 2.50 പ്ലസ് 2.48 the whole divided by 1 2 3 4 5 whole divided by 5 കൊടുക്കുക. that is equal to, ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്താൽ you will get 12.41 divided by 5 കിട്ടും, which is equal to 2.48 meter എന്നാണ് നമുക്കിവിടെ കിട്ടുക. മനസ്സിലായോ? 2.48 മീറ്റർ. നമ്മൾ ശരിക്കും കാൽക്കുലേറ്ററിൽ ആ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആൻസർ 2.48 അല്ല, നമുക്ക് കിട്ടൽ 2.482 എന്നാണ് കിട്ടുക. 482. ഞാൻ ഇവിടെ 2.48 എന്ന് എഴുതിയിട്ടുള്ളൂ. ഞാൻ ഈ 2നെ ഡ്രോപ്പ് ചെയ്തു. എന്താ കാരണം? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസുകളിലൊക്കെ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉള്ളത് ഉണ്ടാ. അപ്പോൾ ആവറേജ് എടുക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് എത്രയാണ് ഉള്ളത് അത്ര അതിലും പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് 2നെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് 2.48 എന്ന് കൊടുത്തിട്ടുള്ളത്. ആ കാര്യം കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെൻറ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡെൽറ്റ L1 ബാർ മീൻസ് മോഡ് ഡെൽറ്റ L1 ദാറ്റ് ഈസ് ഈക്വൽ ടു, അങ്ങനെ ഓരോന്നിൻ്റെയും അത് കണ്ടെത്തണം. അപ്പോൾ 2.48 മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ കൊടുക്കുക, മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. ഓക്കെ, അല്ലെങ്കിൽ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ ആരെടുക്കുന്നത് 2.48. അപ്പം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ കേട്ടോ, അതിൻ്റെ മോഡ്. അപ്പോൾ ഏതെടുത്താലും മോഡ് എടുക്കുന്നതോടുകൂടി നമുക്കത് പ്രശ്നമില്ല. ദാറ്റ് ഈസ് 2.48 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 0. അടുത്തത് നോക്കൂ, ഡെൽറ്റ L2 മോഡ് ഡെൽറ്റ L2 ദാറ്റ് ഈസ് 2.48 മൈനസ് 2.46 എത്ര? 0.02 ആണല്ലോ. ദെൻ നെക്സ്റ്റ് ഡെൽറ്റ L3 മോഡ് ഡെൽറ്റ L3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.48 മൈനസ് 2.49. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01. കാരണം മോഡാണ്, അപ്പോൾ നെഗറ്റീവ് സൈൻ ഉണ്ടാവില്ല. ഡെൽറ്റ L3 മോഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2.48 മൈനസ് 2.50. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02. ഡെൽറ്റ L5 2.48 മൈനസ് 2.48 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 0.00 ഇവിടെയും. യെസ്, ഇനി നമുക്ക് വേണ്ടത് അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് ഒബ്സർവേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു.
പെർസെൻറ്റേജ് എററാണ്. പെർസെൻറ്റേജ് എറർ കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം? മീൻ അബ്സല്യൂട്ട് എറർ കാണണം. പെർസെൻറ്റേജ് എറർ കാണണമെങ്കിൽ ആദ്യം മീൻ അബ്സല്യൂട്ട് എറർ. എങ്ങനെ മീൻ അബ്സല്യൂട്ട് എറർ കാണുക? ഡെൽറ്റ എൽ ബാർ അല്ലേ? ഡെൽറ്റ എൽ ബാർ. ഡെൽറ്റ എൽ ബാർ ആണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. അപ്പോൾ ഡെൽറ്റ എൽ ബാർ ഇസ് ഈക്വൽ ടു മോഡ് ഡെൽറ്റ എൽ ബാർ. അപ്പോൾ ഇതെല്ലാം കൂടെ ആവറേജ് എടുക്കുക. അപ്പോൾ എത്ര കിട്ടുക? 0.00 പ്ലസ് 0.02 പ്ലസ് 0.01 പ്ലസ് 0.02 പ്ലസ് again 0.00 whole divided by 5. That is equal to 0.05 divided by 5 എന്ന് കിട്ടുക 0.013 എന്ന് കിട്ടും. 0.013. again ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിലൊക്കെ എത്ര ഡെസിമൽ പ്ലേസ് ആണ്? 2. അപ്പോൾ ഇതിൽ എത്ര വേണം? 0.01. കാണുന്നില്ല അല്ലേ? ജസ്റ്റ് എ സെക്കൻഡ്. അപ്പോൾ നമുക്ക് മീൻ അബ്സല്യൂട്ട് എററും ഇവിടെ കിട്ടിക്കഴിഞ്ഞു. മീൻ അബ്സല്യൂട്ട് എറർ അവിടെ ശ്രദ്ധിക്കേണ്ട അത്രയും മീറ്റർ ഉണ്ടോ? ഇതാ ഇവിടെയൊക്കെ മീറ്റർ ഉണ്ട് കേട്ടോ. സോറി, ഇവിടെയൊക്കെ യൂണിറ്റ് നമ്മൾ കൊടുക്കണം, മീറ്റർ. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് പെർസെൻറ്റേജ് എററാണ്. പെർസെൻറ്റേജ് എറർ. അപ്പോൾ പെർസെൻറ്റേജ് എററിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ എന്ന് എഴുതുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അപ്പുറത്ത് പെർസെൻറ്റേജ് ആണെങ്കിൽ അത് പെർസെൻറ്റേജ് എററായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബാർ ഡിവൈഡഡ് ബൈ എൽ ബാർ ഇൻറ്റു 100%. ഇതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബാർ ഇപ്പോൾ നമ്മൾ കണ്ടു 0.01 ഡിവൈഡഡ് ബൈ എൽ ബാർ ആരാണ്? 2.48 ഇൻറ്റു 100%. മനസ്സിലായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 0.04 ഇൻറ്റു 100%. equal to 40% is the final answer. 40%. Okay, 40% is the final answer. 40%. Well, sorry, 0.04. yes. നമുക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 0.01 ഡിവൈഡഡ് ബൈ 2.48 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.004 ഇൻറ്റു 100% എന്നാണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് റോങ്. ഓക്കെ, നമുക്ക് അപ്പോൾ ഫൈനൽ ആൻസർ എത്ര? ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ 0.4% ഈസ് ദ ഫൈനൽ ആൻസർ കേട്ടോ. 0.4. ഇവിടെ ഒരു 0 മിസ്സായിട്ടുണ്ട്. 0.4% ഈസ് ദ ഫൈനൽ ആൻസർ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തതെന്നുള്ള എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. കാരണം ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതൊരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാം. ഇത് പഠിച്ചതിന് ശേഷം ഇതേ ഒരു പാറ്റേണിൽ നിങ്ങൾ അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇന്ന് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. യെസ്, ഇത് അതുപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്യാം. എല്ലാവരും ചെയ്യണം. സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇതിൽ ലാസ്റ്റിൽ സംസാരിച്ച് നോക്കൂ. ഇതിൽ മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് പെർസെൻറ്റേജ് എറർ, എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പ്രോപ്പർ ഫോം. അത് പ്രോപ്പർ ഫോം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പ്രോപ്പർ ഫോം ഇപ്പോൾ ഏനെ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ എഴുതുക? അതിൻ്റെ മീൻ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ അല്ലെങ്കിൽ ഡെൽറ്റ എ ബാർ. ഓക്കെ, ഈ ഫോമിൽ എഴുതുന്നതിനാണ് നമ്മൾ പ്രോപ്പർ ഫോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതാനും കൂടെ മീൻസ് അവസാനം എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തോളൂ. എല്ലാവരും ചെയ്യണം. ഞാനിതിൻ്റെ ഡിസ്കഷനിലേക്ക് പോകില്ല. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കോമ്പിനേഷൻസിലേക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് കോമ്പിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ വളരെ ഇന്ന് ഈ ഒരൊറ്റ പ്രോബ്ലം സോൾവിങ് മാത്രമേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. നിങ്ങളത് പഠിക്കുക. അതിലൊരു കൺഫ്യൂഷനും ഇനി ഉണ്ടാവരുത്.